ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ്സൊക്കെ എടുക്കുന്നത്. പിന്നെ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ക്ലാസ്സിൽ. ഇപ്പോഴും ക്ലാസ് മിസ് ചെയ്യാറുണ്ട്. നീ ഇതൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഒറ്റൊരു ആഗ്രഹമായിരുന്നുള്ളൂ, നെറ്റ് കിട്ടിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. മാഷിൻ്റെ വോയിസ് ക്ലിപ്പ് അയക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ അതെന്തെങ്കിലും ഒരു സ്റ്റോറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ഈ ആളുകൾ നമുക്ക് തരുന്നൊരു പ്രഷറുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു തവണ എഴുതിയിട്ട് കിട്ടി, അല്ലെങ്കിൽ മറ്റേ കുട്ടിക്ക് ഒരു 4-5 തവണ എഴുതിയിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രഷർ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇതിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി സപ്പോർട്ടായിരിക്കും, അത് നമുക്ക് എക്സാമിലെത്താൻ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ആ ഒരു സമയത്താണ് I+ലേക്ക് ജോയിൻ ചെയ്യുന്നത്. എൻ്റെ പേര് അമൃത. എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിലാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പ്രാദേശിക കേന്ദ്രമായ കൊയിലാണ്ടിയിലാണ് എൻ്റെ ഡിഗ്രി PG പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഡിഗ്രിക്ക് ഞാൻ സംസ്കൃതമായിരുന്നു. മലയാളത്തോടുള്ള അധികമായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ PGക്ക് മലയാളം എടുക്കുന്നതും പിന്നീട് നെറ്റ് എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ 5 തവണ എക്സാം എഴുതിയിട്ടുണ്ട്. അതിൽ 5ാമത്തെ തവണയാണ് എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചത്. 4 തവണയും എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. ക്രാക്ക് ചെയ്യാൻ സാധിക്കാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ സെക്കൻഡ് പേപ്പർ മാത്രമായിരുന്നു നോക്കിയിരുന്നത്. ഫസ്റ്റ് പേപ്പറിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് കോച്ചിങ് എടുക്കാമെന്ന് തോന്നിയിട്ടുള്ളത്. I+ലോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഒരു 4 തവണയൊക്കെ എക്സാം എഴുതി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നമുക്കൊരു പ്രയാസം ഉണ്ടാവുമല്ലോ. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്, എന്നിട്ടും കിട്ടിയില്ല എന്നാലോചിക്കുമ്പോൾ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ പല നെറ്റിൻ്റെ ക്ലാസ്സും ഒക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് അലൻ സാറിൻ്റെ വീഡിയോ കണ്ടത്. അത് നല്ല എഫക്റ്റീവ് ആവുന്ന വീഡിയോ കണ്ടപ്പോൾ തന്നെ തോന്നി. നല്ല ക്ലാസ്സുകളാണ് അതിൽ നിന്ന് യൂട്യൂബിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇതിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി സപ്പോർട്ടായിരിക്കും, അത് നമുക്ക് എക്സാമിലെത്താൻ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ആ ഒരു സമയത്താണ് I+ലേക്ക് ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തപ്പോൾ തന്നെ അതേ ഒരു ഫീൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഓൺലൈൻ ക്ലാസ്സാണ് അലൻ സാറിൻ്റെതെങ്കിലും നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലുള്ള സ്റ്റുഡൻസിനൊന്നും അറിയില്ല, അത് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് അവർ. എങ്കിലും കൂടി അതിൽ JK ആയാലും അമൃതയായാലും അങ്ങനെ ഒരുപാട് പേര് എടുത്തു പറയുന്നില്ല, എല്ലാവരും തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലെ ആളുകളെ പോലെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അത് ശരിക്കും സാറിൻ്റെ ആ ഒരു ക്ലാസ് എടുക്കുന്ന രീതി കൊണ്ടായിരിക്കാം. ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ്സൊക്കെ എടുക്കുന്നത്. പിന്നെ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ക്ലാസ്സിൽ. ഇപ്പോഴും ക്ലാസ് മിസ് ചെയ്യാറുണ്ട്. ആ ഒരു 9 മണി മുതൽ 10 മണി വരെയുള്ള സമയം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും പറയും, മാനുഷിക മൂല്യങ്ങളെ പറ്റി പറയും. ചിലപ്പോൾ നമ്മളെ നെറ്റ് എന്ന് പറഞ്ഞതിൽ പിടിച്ചിർത്തുന്നത് ഒരു സബ്ജക്റ്റ് മാത്രമല്ല, മാഷ് പല കാര്യങ്ങളും പറയും. സന്തോഷമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ തന്നെ നമുക്ക് നല്ല മോട്ടിവേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ മോർണിംഗിൽ ഒരു മാഷിൻ്റെ വോയിസ് ക്ലിപ്പ് അയക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ അതെന്തെങ്കിലും ഒരു സ്റ്റോറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ചില സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടും ഒന്നിനും റെഡി ആവുന്നില്ല, അല്ലെങ്കിൽ ഒന്നും സെറ്റാകുന്നില്ല വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും മതി, ഇന്നിപ്പോൾ വേണ്ടാന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ഊർജ്ജം അത് വളരെ വലുതാണ്. പിന്നെ ഭാഗ്യ ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിലും വെള്ളിയാഴ്ച ഫ്രീ ക്ലാസ്സിലൊക്കെ ടീച്ചർ എടുക്കുന്ന എഫേർട്ട് അത്രയും വലുതാണ്. അത് കോഴ്സ് എടുത്ത കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ആക്സസ് ആയിട്ടുള്ള ഒരു ഫ്രീ ക്ലാസ്സിലാണ്. അപ്പോൾ ടീച്ചർ പറയും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ നോട്ട് എഴുതും എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് തന്നെ നോട്ട് എഴുതുന്നുണ്ട്. അതുപോലെ ഒരു തവണ നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിരുത്തി പഠിക്കും എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് പഠിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളോട് തന്നെ പറയും ഫസ്റ്റ് ഞാൻ ആൻസർ പറയാൻ ശ്രമിക്കൂ എന്ന് പറയും. ഒരു മത്സര ബുദ്ധിയോടുകൂടി പഠിക്കും എന്ന് പറയും. അപ്പോൾ തന്നെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ എൻ്റെ PG സമയത്ത് പോലും ഇല്ലാത്ത ഒരു ഫസ്റ്റ് പറയണമെന്നുള്ളൊരു ആത്മവിശ്വാസം അപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഭയങ്കര മോട്ടിവേഷനാണ്. ഭാഗ്യ ടീച്ചറായാലും അലൻ സാറായാലും നമ്മളുടെ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ അങ്ങോട്ട് ഉന്തി തള്ളി വിടുക എന്ന് പറയുമല്ലോ, അത്രയും പവറായിട്ടുള്ളത് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് നെറ്റ് കിട്ടിയപ്പോൾ അത്രയും സന്തോഷമായിരുന്നു. കുറേ ശ്രമിച്ചു, പലരും പറഞ്ഞിട്ടുണ്ട്, മുന്നിൽ വെച്ച് തന്നെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്കിപ്പോഴും ഓർക്കുമ്പോൾ വിഷമമുണ്ട്, എന്നാൽ നെറ്റ് കിട്ടിയാൽ സന്തോഷമാണ്. പിന്നെ നീ ഇതൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് ഒറ്റൊരു ആഗ്രഹമായിരുന്നുള്ളൂ, നെറ്റ് കിട്ടിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം മലയാളം സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ, വേറെ കോഴ്സും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് സാഹിത്യ ചരിത്രവും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ലൈബ്രറിയിലൊക്കെ ഇരുന്നിട്ട് ഒരുപാട് സാഹിത്യ ചരിത്രം മറച്ചു നോക്കുക, നമ്മൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഴുതുന്ന സമയത്ത് നല്ല ലെങ്ത് ഉള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ഒരുപാട് പ്രയാസപ്പെട്ട് പഠിക്കുക, അപ്പോൾ മറന്നുപോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ ഭാഗ്യ ടീച്ചർ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ടീച്ചർക്ക് അറിയാമല്ലോ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ.
കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടീച്ചർക്ക് അറിയാം. അപ്പോൾ ടീച്ചർ ഇപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും അതിന് ഏകദേശം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നോവലിലെ കഥാപാത്രം ചോദിക്കുകയാണെങ്കിൽ അടുത്ത എക്സാമിന് ടീച്ചർക്ക് ഏകദേശം അറിയാം. ഇപ്പോൾ ഈ നോവലാണെങ്കിൽ അടുത്ത ഏത് ചോദിക്കാം. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരിത് ഭാഗ്യ ടീച്ചർ എന്നാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് കുറേ ഉപകാരമായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അലൻ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളോട് എപ്പോഴും പറയും തെറ്റുന്ന ചോദ്യങ്ങളാണ് നിങ്ങളെ എക്സാം ക്ലാസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നത്, എക്സാമിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് തെറ്റി. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് സാറോട് പറയും, സാർ ഇത് കോൺഫിഡൻസ് പോവുകയാണ് ചെയ്യുന്നത്, ഞങ്ങൾക്കിങ്ങനെ ചോദ്യങ്ങൾ തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു ഇപ്പം തെറ്റിക്കോട്ടെ, പക്ഷേ അത് പരീക്ഷ ക്ലാസ്സിൽ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരുപാട് ഉപകാരമായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സിലബസ് വെച്ച് ഞാൻ നോട്ട് ചെയ്തിട്ട് നന്നായി പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PYQ ഡിസ്കഷൻ വളരെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ മലയാളം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവും എങ്കിൽ കൂടി ചില ക്വസ്റ്റ്യനൊക്കെ വായിക്കുമ്പോൾ 2 തവണ വായിക്കുക. അപ്പോൾ നമ്മളത് ടൈമിന് ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്നുണ്ട്. എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഒട്ടും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ പോയി എഴുതിയ എക്സാമാണ്. എക്സാം എന്താണെന്ന് അറിയാൻ വേണ്ടി എഴുതിയിട്ടുള്ള എക്സാമാണ്. രണ്ടാമത്തെ എക്സാം എന്ന് പറയുമ്പോൾ സിലബസ് ഫുള്ളും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 3ഉം 4ഉം ഞാൻ നല്ല എഫേർട്ട് എടുത്ത് എഴുതി. പക്ഷേ അവിടെ പറ്റിയെന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമായിരുന്നു. ഒരു 10-15 ചോദ്യങ്ങൾ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ 5ാമത്തെ എക്സാം വന്ന സമയത്ത് ഞാൻ എക്സാം ഹോളിൽ കയറി ഫസ്റ്റ് ഞാൻ ജനറൽ പേപ്പറിലാണ് തുടങ്ങുന്നത്. ആ ഒരു ഫസ്റ്റ് ചോദ്യം എഴുതുന്ന സമയത്ത് തന്നെ എനിക്ക് അലൻ സാറിൻ്റെ വാക്കുകളാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. എക്സാം ഹോളിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ സമയമാണുള്ളത്. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ആ ഒരു കറക്റ്റ് സമയത്തിനുള്ളിൽ ഞാൻ മുഴുവൻ ക്വസ്റ്റ്യൻ എഴുതാൻ എനിക്ക് ആ വാക്കുകൾ കൊണ്ട് സാധിച്ചു. അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. പഠന വഴികളിലുള്ള പോരായ്മ എന്ന് പറയുന്നത് I+ൻ്റെ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ മറ്റു കോച്ചിങ്ങിൻ്റെ ഒന്നും പോരായ്മയല്ല, ഈ ആളുകൾ നമുക്ക് തരുന്നൊരു പ്രഷറുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു തവണ എഴുതിയിട്ട് കിട്ടി, അല്ലെങ്കിൽ മറ്റേ കുട്ടിക്ക് ഒരു 4-5 തവണ എഴുതിയിട്ടും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നൊരു പ്രഷർ. അതിപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പമാണ്, അത് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. എന്നാൽ അത് കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രഷറാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നെറ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഒരു പ്രാവശ്യം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് തോറ്റുപോകുന്നത് സ്വാഭാവികമാണ്. കാരണം ഒരു എക്സാം നമ്മൾ ആദ്യം എഴുതുക എന്ന് പറയുന്നത് അതെന്താണെന്ന് അറിയാൻ വേണ്ടി, ഞാനും അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ ആ ഒരു എക്സാം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് എഴുതുന്നത്. 2-3 തവണ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് എന്താണ് എന്നുള്ള കണ്ടെത്താണ് വേണ്ടത്. എൻ്റെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിരുന്നു, പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒരു നെറ്റ് പോലുള്ള ഒരു എക്സാമിന് നമ്മൾ കൺസിസ്റ്റൻസി അത്യാവശ്യമാണ്, അത് ഞാൻ തുടർന്ന് പോയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തപ്പോഴും ഒരു സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ I+ൽ എത്തിയപ്പോഴാണ് എനിക്ക് അതിനെ പറ്റിയൊക്കെ മനസ്സിലായത്, ഈ റിവിഷൻ്റെ പ്രാധാന്യം എന്താണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ PYQ ഡിസ്കഷനാണ് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ടൈമിലുണ്ടായിരുന്ന ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് ചോദ്യങ്ങൾ തീർക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം എനിക്ക് നിലവിലുണ്ടായിരുന്നു എക്സാമുകൾക്ക്. അതെനിക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് PYQ ഡിസ്കഷനിലൂടെയാണ്. അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ I+ പോലുള്ള കോച്ചിങ് എടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ അതാണല്ലോ നമുക്ക് എളുപ്പമായിട്ടുള്ള വഴി. അപ്പോൾ നമുക്ക് ഈ PYQ ക്വസ്റ്റ്യൻസ് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കതിൽ ചെയ്യാനും നമ്മളുടെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കറക്റ്റ് ആക്കാനും പറ്റും. പിന്നെ നമ്മൾ ഇന്ന ഏരിയ വിട്ട് കളയാം അല്ലെങ്കിൽ ആ ഏരിയ പഠിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം നെറ്റിലേക്കും പ്രത്യേകിച്ചും JRFയിലേക്കൊക്കെ എത്തേണ്ട കുട്ടികളാണെങ്കിൽ നമുക്ക് ഓരോ ഏരിയയ്ക്കുള്ള മാർക്ക് എല്ലാത്തിനും 2 മാർക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് ഒരു ഏരിയ വിടരുത്. മാത്സ് ഞാൻ വിട്ട് കളയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അലൻ സാർ പറഞ്ഞു ഒരു 3-4 മാസമെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ടും DI പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ എനിക്ക് ആ വാക്കിനോട് കറക്റ്റായിട്ട് നീതി പുലർത്താനൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും എനിക്ക് ഇഷ്ടക്കുറവുകൊണ്ടാണ് അത് നീതി പുലർത്താൻ പറ്റാഞ്ഞത് മാത്സിനോടുള്ള. എന്നിട്ട് ഞാൻ ഒരു മാസമൊക്കെ നോക്കിയിട്ട് തന്നെ എനിക്ക് ഡാറ്റയിലും 2 ശരിയായിട്ടുണ്ട്, മാത്സിൻ്റെ പ്രോബ്ലത്തിലും 2-3 ശരിയായിട്ടുണ്ട്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സന്തോഷമാണ്, വളരെ വലിയൊരു നേട്ടമാണ് അത് മാത്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും എളുപ്പമായിരിക്കും. അതുപോലെ റീഡിങ് കോംപ്രഹെൻഷൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് 3 എണ്ണമായിരുന്നു മിക്കപ്പോഴും ശരിയാകാറുള്ളത്. പക്ഷേ ഞാൻ 3 മാസം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു. ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഫുള്ളും കറക്റ്റാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അപ്പോൾ അലൻ സാറ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഫോളോ ചെയ്തപ്പോഴാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ഭാഗ്യ ടീച്ചറും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ മത്സര ബുദ്ധിയോടെ പഠിക്കണം. അതൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവരെ 2 പേരെ ഞാൻ പേഴ്സണലി നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ്. എന്നാലും എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന 2 വ്യക്തികളാണ്. അതുപോലെ I+നോട് ഒരുപാട് നന്ദിയുണ്ട്. കൂടാതെ എൻ്റെ ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡ് ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്നു.
ചിലപ്പോഴൊക്കെ ഞാൻ എക്സാമിന് കൊടുക്കുന്നതിന് മുന്നേ എൻ്റെ വീട്ടിൽ പഠിക്കാൻ വരും. അപ്പോൾ ഏട്ടൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇടയ്ക്ക് എക്സാമിന് കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഭയങ്കര ടെൻഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ലാസ്റ്റ് എക്സാമിന് പോകുമ്പോൾ ഭയങ്കര മഴയും നേരത്തെ ഇറങ്ങിയിട്ട് പോലും ലേറ്റായി. എന്നിട്ട് ഏട്ടൻ സപ്പോർട്ട് ചെയ്ത് 2-3 മിനിറ്റിൻ്റെ മുന്നേ എക്സാം ഹോളിൽ എത്തിച്ചു. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എക്സാം ഹോളിൽ ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അമ്മയും അനിയത്തിയും അച്ഛനും ഒക്കെ ആയാലും നല്ല സപ്പോർട്ടാണ്. പിന്നെ കുറച്ച് ഫ്രണ്ട്സും അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. അവരുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും കൂടി തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും ഞാൻ അറിയിക്കുന്നു ഈ ഒരു നിമിഷത്തിൽ.